രണ്ട് കിളികളെ ആയിട്ട് ഇതെങ്ങനെ രണ്ട് കിളികളെ തമ്മിൽ ഇതെങ്ങനെ കൊക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ലൈനിൽ കാണിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് പറഞ്ഞ ചെരിയലാണ്, അത് അരമണ്ഡലം ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൈയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് ചെറുതായി ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 1 പറയുമ്പോൾ ഇങ്ങോട്ടും, 2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, അതേപോലെ 4 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും. നമ്മൾ മുരുകൻ്റെയിൽ പഠിച്ചിട്ടുണ്ട്, മയിലിനെ കാണിക്കാനായിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചു, ലെഫ്റ്റ് നിന്നായിട്ട് നമ്മളിങ്ങനെ 1 2 3 4. ഇതേ നമ്മളൊരു കൊടിയാണ് കാണിക്കുന്നത്. നമ്മളൊരു കൊടി പറയുമ്പോൾ ഒരു വള്ളി അതിങ്ങനെ ചുറ്റി ചുറ്റിപ്പോയി അവിടെ വീണ് ഈ താളത്തിനൊത്ത് ഭഗവാന്റെ പാട്ടിനനുസരിച്ച് ഇങ്ങനെ കളിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ കൈ ഇതേ ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ ചുറ്റി വരും, കാറ്റ് അസൈന്താടും ഇങ്ങനെ വീണ് അതിങ്ങനെ ചെരിയും. ഇതൊക്കെ നമ്മൾ അരമണ്ഡലമാണ് ആടവും പറയുമ്പോൾ ദേ ഇങ്ങനെ ആടുകയാണ് ചെയ്യുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു കീർത്തനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴലൂതി മനമെല്ലാം തുടങ്ങുന്നതാണ്, കൃഷ്ണൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ പല്ലവീൻ്റെ കൈകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് അനുപല്ലവിയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുപല്ലവിയിൽ വരുന്ന പാട്ട് ഇങ്ങനെയാണ്: അഴകാന മയിലാടവും കാற்றிൽ അസൈന്താടും കോട്ടി പോലവും. അത് കഴിഞ്ഞിട്ട് ഇതൊരു മധ്യമകാല സാഹിത്യം പറയും. അകമഴിന്തിടും നിലവൊളി തന്നിലെ, അങ്ങനെ തുടങ്ങുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ പാട്ട് കുറേ വട്ടം, ഞാനിപ്പോൾ പാട്ടോട് കൂടിയിട്ട് ഡാൻസ് കളിക്കുമല്ലോ, ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പാട്ടൊക്കെ, ഞാനിപ്പോൾ ഈ പാടുന്നത് അത്രമാത്രം പാട്ടുകാർ പാടുന്ന പോലെയൊന്നും എനിക്ക് പാടാൻ കഴിയില്ല. കാരണം അത് തമിഴിൻ്റെ വാക്കുകളുടെ ചെറിയ പ്രശ്നം പറയാനുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന മുദ്രകളൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഞാനിത് 3 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മളിതിൻ്റെ കാലുകൾ, കയ്യിനുള്ള കാലും കൂടിയും പഠിപ്പിക്കുന്നതാണ്. അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഭരതനാട്യം കോസ്റ്റ്യൂമിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പാട്ട് അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അനുപല്ലവീൻ്റെ ആ ഒരു ഭാഗം പഠിച്ചു തുടങ്ങാം. നമ്മളിവിടെ അനുപല്ലവിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പല്ലവി എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനുപല്ലവീൻ്റെ തുടക്കം എങ്ങനെയാണ് വരുന്നത്? അഴകാന മയിലാടവും മിക മിക അഴകാന മയിലാടവും. അങ്ങനെ ഒരു 3 ലൈനാണ് തുടക്കത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ പിന്നെ വരുന്നത് കാற்றிൽ അസൈന്താടും കോടി പോലവും, ആ ഒരു ലൈനും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഭാഗം പറയണ്ടേ. ഇവിടെ അഴകാന മയിലാടവും പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദം കേട്ടുള്ള ആ ഒരു സന്തോഷമാണ് കാട്ടിലുള്ള എല്ലാവർക്കും. അപ്പം മയിൽ ആ ഒരു സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുന്നു. കൊടി, അടുത്തതിൽ നമ്മുടെ കൊടി, ആ ഒരു കൊടി എന്തുണ്ട്, കാറ്റത്ത് ആ ഒരു താളത്തിനൊത്ത് വീശുണു എന്നുള്ള ആ ഒരു ഇളക്കം, അതൊക്കെയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മയിലിനെ കാണിക്കുമ്പോൾ മയിൽപ്പീലിയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പം നമ്മുടെ 2 കൈയും മുട്ടു പൊന്തിച്ച് മയൂരം, ഇത് നമ്മൾ ചെറുതായി ഒന്ന് ഇങ്ങനെ അനക്കി കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ 2 സൈഡ് റൈറ്റും ലെഫ്റ്റും ആയിട്ട് മൊത്തം 4 വട്ടം, അതായത് റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞൊരു ചെരിയലാണ്, അത് അരമണ്ഡലം ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൈയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് ചെറുതായി ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 1 പറയുമ്പോൾ ഇങ്ങോട്ടും, 2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, അതേപോലെ 4 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും. അത് നല്ലപോലെ അരമണ്ഡലം ഇരുന്ന് ചെരിഞ്ഞാണ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റൊക്കെ നോക്കിയിട്ട്
പിന്നെ അന്ന് പാട്ടിൽ കൈ മാത്രമായിട്ടൊന്ന് ഇങ്ങനെ പാടിയിട്ട് പറയുന്നുണ്ട്. കൈ ഇതേ ഇങ്ങനെ പിടിച്ച് അഴകാന മയിലാടവും അങ്ങനെയാണ് ഇവരെ നന്നായി ഇരുന്ന് ഒലയേണ്ടതാണ്. ഇപ്പം ഞാനൊന്ന് കൈ മാത്രം കാണിച്ചിട്ടേ ഉള്ളൂ. അത് ഒന്നാമത്തെ ലൈന്. രണ്ടാമത്തെ ലൈന് വരുമ്പോൾ നമ്മൾ മുരുകൻ്റെയിൽ പഠിച്ചിട്ടുണ്ട്. മയിലിനെ കാണിക്കാനായിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചു, ലെഫ്റ്റ് നിന്നായിട്ട് നമ്മളിങ്ങനെ 1 2 3 4 5 6 7 8 അങ്ങനെ ഒരു 8 എണ്ണം നമ്മളവിടെ ചെയ്യാണ്. അപ്പോൾ ആ ഒരു മയിലിൻ്റെ ആ ഒരു സന്തോഷമാണ് അവിടെ കാണിക്കുന്നത്. അത് അരമണ്ടലിൽ ഇരുന്നിട്ടാണ് കൈ ഇവിടെ ഇങ്ങനെ കൊക്കായിട്ടും ഇതിങ്ങനെ വാലായിട്ടും അങ്ങനെ നമ്മൾ കാണിക്കുന്നു. അത് രണ്ടാമത്തെ ലൈന്. ഇനി നമ്മൾ മൂന്നാമത്തെ ലൈനിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും തൊട്ട് മുന്നേ ചെയ്ത അതേ മയൂരം 2 കൈയിലും പിടിക്കണം. ഇതൊരു 4 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നടന്ന് ഒരു റൗണ്ട് ചുറ്റി വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ മുദ്ര ഇത് മാത്രമാണുള്ളത്. കൈ ഇതെങ്ങനെ പിടിച്ച് ചിരിച്ച് അഴകാന മയിലാടവും, അത്രയാണ് ഈ 3 ലൈനുകളിൽ വരുന്നത്. അപ്പം അത് മനസ്സിലായല്ലോ, 3 ലൈനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തത് കാട്ടിൽ അസൈന്താടും കൊടി പോലവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ 2 കൈയിലും കർത്തരി മുഖം നമ്മൾ പിടിച്ച് നമ്മളൊരു കൊടിയാണ് കാണിക്കുന്നത്. നമ്മളൊരു കൊടി പറയുമ്പോൾ ഒരു വള്ളി അതിങ്ങനെ ചുറ്റിപ്പോയി അവിടെ വീണ് ഈ താളത്തിനൊത്ത് ഭഗവാന്റെ പാട്ടിനനുസരിച്ച് ഇങ്ങനെ കളിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ ചുറ്റി വരും. കാട്ടിൽ അസൈന്താടും ഇങ്ങനെ വീണ് അതിങ്ങനെ ചെരിയും. ഇതൊക്കെ നമ്മൾ അരമണ്ഡലാണ്. ആടവും പറയുമ്പോൾ ഇങ്ങനെ ആടുകയാണ് ചെയ്യുന്നത്. അത് ഒരു ലൈനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലൈന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അഴകാന മയിലാടവും ആണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തൊട്ടു മുന്നേ ചെയ്ത ഇപ്പം ഈ ഒരു ഭാഗം പറയണത് നമ്മൾ പരവലടവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈ വീണ്ടും മയിലിങ്ങനെ കാണിക്കണം. അപ്പോൾ ഇവിടെ അഴകാന മയിലാട, അവിടെ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കൃഷ്ണൻ, മയിൽപ്പീലി ചൂടിയ കൃഷ്ണൻ, ആടവും. ഇനി ഇവിടെ കാട്ടിൽ പറയുമ്പോൾ ഇതൊക്കെ പരവലടവിൽ ചെയ്യുന്നതാണ്. അടുത്തതിൽ കാട്ടിൽ അസൈന്താടും പറയുമ്പോൾ നമ്മുടെ റൈറ്റ് കൈ ഫ്രണ്ടിൽ വരണം. 2 കൈയിൽ പതാക ലെഫ്റ്റ് ഇവിടെ വെച്ചു, റൈറ്റ് കൈ ഇവിടെ ഇങ്ങനെ വെച്ചിങ്ങനെ കാട്ടിൽ അസൈന്താടും. ഇനി കൊടി പോലവും പറയുമ്പോൾ തൊട്ടു മുന്നേ ചെയ്ത അതേ കാൽ കൊടി പോലവും. അവിടെ ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ആട്ടത്തിനുള്ള ചെറിയൊരു സമയമുണ്ട്. അപ്പോൾ ഇത്രയും ലൈനാണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് മധ്യമകാല സാഹിത്യം. അതായത് നമ്മൾ ഇത്ര നേരം ചെയ്തതിന് ഒരു പൊടിക്കും കൂടി അവിടെ ഒരു സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇവിടെ അവരുടെ കാട്ടിലുള്ള പക്ഷിമൃഗാദികളുടെയൊക്കെ ഒരു സന്തോഷം, ഭഗവാന്റെ ആ ഒരു പാട്ടൊക്കെ കേട്ട് സന്ധ്യയായി അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അകമഴിന്തിടും എന്നാണ് പറയുന്നത്. ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നു, ഇത് മൊത്തം തമിഴാണ്. അപ്പം ഞാൻ മലയാളം പറയുമ്പോൾ ചില വാക്കുകളൊക്കെ പറഞ്ഞതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അകമഴിന്തിടും എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ മുകുളം പിടിച്ച ആ ഒരു സന്തോഷമാണ്. അകമഴിന്തിടും. ഇനി നിലവുളി തന്നിലേ പറയുമ്പോൾ ഇങ്ങനെ ചന്ദ്രകല പിടിച്ച് ചന്ദ്രനെ കാണിക്കുകയാണ് സന്ധ്യാനേരം എന്നുള്ളത്. സൂചിയും കൊണ്ട് ഇങ്ങനെ കാണിക്കും, നിലവുളി തന്നിലേ. ഇനി തനേ മറന്നു കൊണ്ട്, അതായത് ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദം അത് കേട്ട് എല്ലാവരും നമ്മളൊരു സ്വപ്നം കണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ കൈ ഇങ്ങനെ പിടിച്ച് അതിങ്ങനെ ഒരു ലെഫ്റ്റ് കോണിലോട്ടായിട്ടാണ് തനേ മറന്നു കൊണ്ട്. ഇനി കിളികളെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ 2 കിളികളെ ആയിട്ട് ഇതെങ്ങനെ 2 കിളികളെ തമ്മിൽ ഇതെങ്ങനെ കൊക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ലൈനിൽ കാണിക്കുന്നത്. കൂട്. അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അവിടെയുള്ള എല്ലാവരുടെയും ആ ഒരു സന്തോഷം, നമ്മളിങ്ങനെ തുള്ളിച്ചാടി നടക്കുക അങ്ങനെയൊക്കെ പറയുന്ന ഒരു സന്തോഷമാണ് അവിടെ അടുത്തൊരു ലൈനിലൂടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതേ അതൊരിങ്ങനെ ചാടി ഒരു 1 2 3 1 2 3 ചെയ്തപ്പോൾ അസൈന്താടി മിക ഇസൈന്തോടി വര, അതാണ് അവിടെ കൈയായിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് കാലും കൂടി പഠിക്കുമ്പോഴാണ് ആ പറയുന്ന ഒരു കാര്യം കുറച്ചും കൂടി മനസ്സിലാവാം.
അപ്പൊ ഇവിടുന്ന് അസൈൻ താടി പറയുമ്പോൾ അസൈൻ താടി മീ ഇസൈൻ തോടി വര. ഇനി നലം കാൺകിലൊരു മനമാട്. അപ്പൊ നമ്മളവിടെ കൃഷ്ണനെയാണ് കാണിക്കുന്നത്. കൃഷ്ണന്റെ ആ ഒരു ഓടക്കുഴൽ നാദം. നലം കാൺകിലൊരു മനം, നമ്മുടെ മനസ്സ്, എല്ലാവരുടെയും ഒരു സന്തോഷം. മനമാട്. അടുത്തത് താളം പിടിച്ച് പാട്ട് പാടുക എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ദേ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ തകുമി കുയന ഒരു പദം പാട്. പദം പാട് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇനി അടുത്തത് എല്ലാവരുടെയും സന്തോഷത്തിലൊരു ഡാൻസ് കളിക്കുക. തക്കിട്ട ദിക്കിട്ട എന നടമാട്. അപ്പോൾ അതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പൈച്ചലടവ്, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇതിലോട്ട് നേരെ കളിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ തജ്ജം 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 തജ്ജം. ഇനി നമ്മൾ 2 പശുക്കള്, ആ പശുക്കുട്ടികളെ അവരൊക്കെ ഒന്നിച്ചുള്ള ഒരു സന്തോഷം അതാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ റൈറ്റിൽ ഒരു പശു, ലെഫ്റ്റിൽ അവർ തമ്മിൽ ഒന്നിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈനിൽ വരിക. അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മുഖത്തിൻ്റെ ഭംഗിയാണ്, അത്രയും ഭംഗി നമുക്ക് ആ ഒരു കാണുന്നതിൻ്റെ ആ ഒരു ഭംഗിയും. അതുപോലെ ഇതെങ്ങനെ തൊഴുതും ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗവും കൂടിയാണ് നമ്മൾ കൈ വരുന്നത്. ഇതിൻ്റെ പാട്ട് കുറച്ച് സ്പീഡിൽ വരുന്ന, ഞാനിപ്പോൾ ഇത്രയും കാണിച്ചൊരു പൊടിക്ക് സ്പീഡിൽ വരുന്ന ഭാഗമാണ്. അപ്പം നിങ്ങളത് കൈ ആയിട്ട് ഇങ്ങനെ പഠിക്കും. പിന്നെ ഞാൻ അടുത്തത് സ്റ്റെപ്പ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പാടി ഇങ്ങനെ ചെയ്യേണ്ട. ഇപ്പം ചെയ്തത് ഒന്നുകൂടി പറയണ്ടേ. ഇത് മധ്യമകാല സാഹിത്യം എന്ന് പറയുന്ന ഭാഗമാണ്. അത് കൈ ഇതേ ഇങ്ങനെ പിടിച്ചിങ്ങനെ അകമഴിന്തിടും. ഇനി ഇതേ ഇങ്ങനെ കാണിച്ചു. നിലാവ് നിലവുളി തന്നിലേ തനേ മറന്നുകൊണ്ട് 2 കിളികള് കിളി കൂട്. ഇനി അസൈ താടി മേഘ ഇസൈ തോടി വര. കൃഷ്ണനെ കാണിക്കും. നലം കാൺകിലൊരു മനമാട് തകുമി കുയന ഒരു പദം പാട്. ഇനി തക്കിട്ട ദിക്കിട്ട പറയുന്ന ഒരു ഭാഗമാണ് നടമാട്. അടുത്തത് കണ്ടു പശുവിനോടു, അങ്ങനെയുള്ളൊരു ലൈനാണ്. അവിടെയാണ് നമ്മൾ 2 പശുക്കുട്ടികളെ കാണിച്ചു, അവരൊന്നിച്ചു എന്നുള്ളത് കാണിക്കുക. പിന്നെ നമ്മുടെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭംഗിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ തൊഴുത് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മുടെ അനുപല്ലവി കഴിയാണ്. ഞാൻ പറഞ്ഞല്ലോ തമിഴായതുകൊണ്ട് നമുക്ക് ലാസ്റ്റിലോട്ടൊക്കെ ഇങ്ങനെ പാടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എപ്പോഴും മലയാളം പറയുന്ന ഒരാളായതുകൊണ്ട് ചില തമിഴ് വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനിയുള്ളൊരു ഭാഗം നമ്മൾ പല്ലവിയിൽ ലാസ്റ്റ് ചെയ്ത അതേ തക്കതിമി ഒരു 4 പതുക്കിയും പിന്നെ സ്പീഡിലും പിന്നെ തീരുമാനം 1 2 ദിദിത എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ ഭാഗമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ദേ ഇങ്ങനെ പിടിച്ച് കുഴലൂതി മനമെല്ലാം കൊള്ളേ കൊണ്ട പിന്നും കുറയേതും എനക്കേനടി സഖീ. അതാണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഒരു പാട്ടിന് നമ്മൾ ഇങ്ങനെ 2 സൈഡ് ചാടണു, ബാക്കിലോട്ട് പോണു, എന്നിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ അനുപല്ലവി ഇത്രയാണ് വരുന്നത്. ഇപ്പൊ ഈ അനുപല്ലവിയിൽ ഞാനിപ്പോൾ പറഞ്ഞു മധ്യമകാല സാഹിത്യം എന്ന് പറഞ്ഞു. അതേ ഭാഗം തന്നെ നമ്മുടെ ചരണത്തിൽ അതേ സ്റ്റെപ്പ് തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ അതേ ഭാഗമായിട്ട് നമ്മുടെ ചരണത്തിലും വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചരണത്തിന്റെ ഭാഗങ്ങൾ പഠിക്കാം കേട്ടോ. എല്ലാവർക്കും ഞാനിപ്പോ അനുപല്ലവിന്റെ കൈകളാണ് പഠിപ്പിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്ന ആളുകളാണ് വെച്ചാൽ പല്ലവി കാണുക, അത് കണ്ട് പഠിച്ചതിന് ശേഷം അനുപല്ലവിയിലോട്ട് പോവുക. അങ്ങനെ ചെയ്ത് പഠിച്ചാലേ നമുക്ക് പഠിയുള്ളൂ. നമ്മൾ കാണുന്ന എപ്പിസോഡ് മാത്രം പഠിച്ചാൽ പഠിയില്ല. തുടക്കം പല്ലവിയാണ്, അത് കഴിഞ്ഞിട്ട് അനുപല്ലവിയാണ്, അത് പഠിക്കുക. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നത് ചരണമാണ് ചെയ്യുന്നത്. ആ ഒരു ചരണം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ചരണത്തിൽ കുറച്ച് ലൈനേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ അനുപല്ലവിയിൽ ചെയ്ത അതേ ഭാഗം അകമഴിന്തിടും എന്നുള്ള ഭാഗം തന്നെ അവിടെയും വരുന്നുണ്ട്, ചരണത്തിലും ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കമൻ്റൊക്കെ ചെയ്യുക, ലൈക്കും ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.